students, welcome back to our classroom. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷേഡിംഗ് പിക്ചറാണ്. നമ്മൾ മോഡലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പിയറും 3 പ്ലംസും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ HB പെൻസിൽ തന്നെ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിന് അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ആണെങ്കിലും കളറിങ് ആണെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ എന്തായാലും HB പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി HB പെൻസിലാണെങ്കിൽ കൂടി നിങ്ങളുള്ള എന്താ പറയുക, നിങ്ങളുടെ സ്ട്രെങ്ത്ത് മൊത്തവും ആ പെൻസിലുമേ എടുക്കരുത്, ലൈറ്റായിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അതായത് നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വരച്ചതിൻ്റെ അടയാളം കാണാത്ത രീതിയിൽ ലൈറ്റായിട്ട് വേണം വരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിയർ എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അവക്കാഡല്ല, അതായത് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും നാട്ടിലൊക്കെ. അപ്പോൾ അതിൻ്റെ അതുപോലെയാണ് അതിൻ്റെ ഔട്ട് സൈഡ് കേട്ടോ. ഉള്ളിൽ ആപ്പിളിനെ പോലെയുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മളിവിടെ 3 പ്ലംസ് കൂടി വരക്കുന്നുണ്ട്. ഇനി നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും നമുക്ക് ഡാർക്ക് കൊടുക്കാനുള്ളത്. ഡാർക്കിൻ്റെ ഷെയ്ഡ് കൂടി വരുമ്പോഴാണ് നമ്മൾ HB എന്നുള്ള പെൻസിലിൽ നിന്നും 2Bയും 4Bയും 6Bയും ഒക്കെ അതിൻ്റെ ഗ്രേഡ് അങ്ങനെ കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഡാർക്ക് കൂടുതൽ വേണ്ട ഭാഗത്ത് 10Bയോ 12Bയോ ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ആർട്ട് ലൈൻ്റെ പെൻസിലിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ച പ്രാക്ടീസ് വെച്ചിട്ട് അതിൽ 8B എന്ന് പറയുന്ന ആ ഒരു പെൻസിൽ ഒരു എണ്ണമെഴുക്കുള്ള പോലെയാണ്. ഇതുവരെ യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ്. അപ്പോൾ മാക്സിമം ഞാൻ 8B യൂസ് ചെയ്യാതിരിക്കുകയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. ഇനി പെൻസിലിനെ കുറിച്ച് ഇപ്പോഴും ഡൗട്ടുള്ളവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പെൻസിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണുക. പിന്നെ അതിന് പുറമെ ഗ്രേഡ്സ്, ആ പെൻസിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കൂടി വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്, അതുകൂടി കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്ക് അങ്ങനെ ടോണ് കൂട്ടി വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് മാത്രം കേട്ടാൽ പോരാ, ഞാൻ ചെയ്യുന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്കാണ് ഷെയ്ഡിങ് പോകുന്നത്. അതായത് HB പെൻസിൽ ഫസ്റ്റ് യൂസ് ചെയ്യും, പിന്നെ ഡാർക്ക് കൂടുതൽ വേണം എന്നുള്ളിടത്ത് 2B ഉപയോഗിക്കുക, കുറച്ചുകൂടി ഡാർക്ക് വേണം എന്നുള്ളിടത്ത് 4B, അങ്ങനെ ഗ്രേഡ്സ് കൂട്ടി വരികയാണ് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ലൈൻസ് എങ്ങനെയാണ് ഇടുക എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ലൈൻസ് ഇടുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല ഡാർക്കോട് കൂടിയും തിക്കായിട്ടും കാണും, എൻഡിങ്ങിൽ ആ തിക്കും ഉണ്ടാവില്ല, അതേപോലെ തന്നെ കളറും കുറവായിരിക്കും കേട്ടോ. അങ്ങനെ തന്നെ നിങ്ങൾ ഷെയ്ഡ് ഇട്ട് പഠിക്കുക, അതായത് ലൈൻസ് ഇട്ട് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു വർക്കിൽ വെർട്ടിക്കലായിട്ടാണ് ലൈൻ ഇട്ടത് എന്നുണ്ടെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വെർട്ടിക്കൽ ലൈനായിട്ട് യൂസ് ചെയ്യുക. അതല്ല പാരലായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പാരലൽ ലൈൻസ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഒരു വർക്കിൽ തന്നെ പല രീതിക്ക്, അതായത് ചെരിഞ്ഞിട്ടും കുത്തനെയും ഒക്കെ ഒരു വർക്ക് തന്നെ നിങ്ങൾ ലൈൻസ് കൊടുക്കരുത്. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷേപ്പ്, ആ വസ്തുവിൻ്റെ ഷേപ്പിനനുസരിച്ച് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ആ വസ്തുവിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് ഷെയ്ഡിങ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, അപ്പോഴാണ് നമ്മുടെ വർക്കിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഷെയ്ഡിങ്ങും കളറിങ്ങും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒറിജിനൽ ഒരു പിക്ചറിൻ്റെ ഇമേജ് എടുത്തിട്ട് അത് നോക്കിയിട്ട് ഷെയ്ഡിങ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അതല്ല കളറിങ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നാച്ചുറൽ ഫീല് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടോണുകളൊക്കെ എവിടേക്കാണ് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് ഒറിജിനൽ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ പിക്ചർ നമുക്ക് ഗൂഗിളിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഷെയ്ഡിങ്ങോ കളറിങ്ങോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതുകൂടി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ പാരൻസ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് പെയിൻറ്റിങ് ചെയ്യുന്നത് പോലെ തന്നെ, അതായത് ഡ്രോയിങ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻട്രസ്റ്റാണ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചെയ്ത് കാണാൻ ഇഷ്ടപ്പെടുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ അതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്താം കേട്ടോ.
കാരണം നമ്മുടെ ഒരുപാട് സമയം വെറുതെ വേസ്റ്റാക്കി കളയുകയാണ് അല്ലേ. ഒരുപാട് നേരം എന്താ പറയുക സിനിമ കണ്ടിട്ടും അതേപോലെ തന്നെ ഗെയിം കളിച്ചിട്ടും ഒരുപാട് സമയമാണ് നിങ്ങൾ വേസ്റ്റാക്കുന്നത്. അതൊക്കെ നമുക്ക് ക്രിയേറ്റിവിറ്റി കൊണ്ട് ആ സമയം എന്താ പറയുക യൂസ്ഫുള്ളാക്കി മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾ ഡ്രോയിങ് ബുക്ക് വാങ്ങുമ്പോൾ ഒരുപാട് പേജുള്ള ബുക്ക് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. കാരണം മറ്റൊന്നെന്ന് വെച്ചാൽ ഒരു 8-10 പേജ് കംപ്ലീറ്റ് ആകുമ്പോൾ അത് ഫിനിഷായി പോകും. അപ്പോൾ ഞാനിവിടെ വാങ്ങുന്നത് കുറച്ച് കട്ടിയുള്ള തരം ബുക്കാണ്. ഒരുപാട് പേജ് അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. മറ്റതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇത് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള പേജുമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കട്ടിയുള്ള ബുക്ക് തന്നെ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞിട്ട്, അതായത് അവരുടെ അക്രിലിക് പെയിൻ്റൊക്കെ തീർന്നു പോയി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു അക്രിലിക് പെയിൻ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് കളേഴ്സ് ഉണ്ടാക്കിയിരുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പലരും പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതവർക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞു. ഞാനിവിടെ സക്സസ് ആയത് മാത്രം യൂട്യൂബിൽ പബ്ലിക് ആക്കി ഇടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നെയിം സ്ലിപ്പൊക്കെ ഇവിടെ മോള് 3-4 വർഷമായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നമ്മളത് വലിയ കാര്യമായിട്ട് ഇതുവരെ കണക്കാക്കിയിട്ടില്ലായിരുന്നു. ഞാൻ വെറുതെ കഴിഞ്ഞ പ്രാവശ്യം നെയിം സ്ലിപ്പ് ഉണ്ടാക്കി നോക്കി. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ക്രിയേറ്റിവിറ്റിയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ തന്നെ ഹോം മെയ്ഡ് ക്ലേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്താ പറയുക, ഒന്നുകിൽ ഡ്രോയിങ് ചെയ്യുക. പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്, പഠിക്കുന്നതിന് കൂടെ ഈ ഗെയിമൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇത്തരം ക്രിയേറ്റീവ് വർക്കിലേക്ക് തിരിയുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ്. മറ്റൊന്ന് നമുക്ക് എപ്പോഴും ദേഷ്യവും അല്ലേ, സമയം എങ്ങനെയെങ്കിലും വേസ്റ്റാക്കി കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും ക്രിയേറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.